ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ജേർണലിസ്റ്റിനല്ലേ അക്ഷര ഫോൺ കൈമാറിയിട്ടുണ്ട്. ഇനി മേനോന്റെ നീക്കങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഷുവർ, അങ്ങനെ തന്നെ നടക്കട്ടെ. പതിയെ പതിയെ നമുക്ക് മേനോനും ഇടയിലുള്ള ദൂരം കുറഞ്ഞു വരട്ടെ. ദുബായിലെ കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇങ്ങോട്ട് അടുത്തിരിക്കളിയ. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊക്കെ വിസിറ്റ് എടുത്ത് എന്റെ അടുത്തോട്ട് വരണം. ചെല്ല്, അനുഭവിച്ചിട്ട് വന്നാ മതി. ഞാൻ രക്ഷപ്പെടട്ടെ. നമുക്ക് അവിടെ അടിച്ച് പൊളിക്കാളിയാ. എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഞാൻ പോയിട്ടാ. നിങ്ങൾ രണ്ടുപേരുടെ വിശേഷം പറഞ്ഞില്ലേ? ഇപ്പൊ ഒരാളെയാ, ഇപ്പൊ വരാം. പാടി അല്ലെങ്കിൽ വിശേഷങ്ങൾ മിസ്സാവും. എനിക്ക് പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. ആളിയൻ അവിടെ ഇരിക്കേ. അപ്പോഴേ ഈ ദുബായിലുണ്ടല്ലോ ഇപ്പൊ നല്ല ക്ലൈമറ്റാ. നിങ്ങളൊക്കെ അങ്ങോട്ട് വന്നേ, നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാന്ന്. അവിടെ ഡാൻസ് ബാറിലൊക്കെ പോവാം. ഹലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതെ, ലൊക്കേഷൻ അയച്ചെന്നല്ലേ? അവിടെ തന്നെ. ഇപ്പൊ എത്തുമല്ലോ അല്ലേ? ശരി. സത്യത്തില് ധ്വനിയിലൂടെ ഞാൻ എന്നെ തന്നെയാ കാണുന്നത്. അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒന്നിച്ചനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കും അധികം ലഭിച്ചിട്ടില്ല. ദുർഗയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്റെ കാര്യത്തിലും വലിയ മാറ്റമൊന്നുമില്ലല്ലോ ദുർഗെ. ശരിയാ. പുറമേന്ന് കാണുന്ന പോലെയല്ല പല വീടുകളിലെ അവസ്ഥ. ഒരു മേൽക്കൂരയ്ക്ക് താഴെ രണ്ട് മനസ്സുമായി കഴിയുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. സത്യത്തില് ഇന്ദ്ര ടി വി, ഇന്ദ്രപ്രസ്ഥം വീടെന്നൊക്കെ കേൾക്കുമ്പോ കുറച്ച് അസൂയയോടെ പലരും അവരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും ഓർക്കുന്നതും. നമ്മുടെയൊക്കെ കണ്ണില് എല്ലാം തികഞ്ഞവരായിട്ടല്ലേ അവരെയൊക്കെ കാണുന്നത്. പക്ഷേ പുറമേ ചിരിച്ചുകൊണ്ട് അവരുടെയൊക്കെ മനസ്സ് എത്രമാത്രം നീറുന്നുണ്ടെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഏതായാലും ധ്വനിമോളുടെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തോന്നുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ധ്വനിമോളോട് അവളുടെ അച്ഛനും അമ്മയ്ക്കും വലിയ സ്നേഹം തന്നെയാ. അവളുടെ മുന്നിൽ കലഹിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടിയാ അവര് പിരിഞ്ഞതെന്നാണ് അവരുടെ ന്യായം. ഒരു തരത്തിൽ ചിന്തിച്ച അതും ശരിയാ. മുഖാമുഖം നോക്കിയ ശത്രുക്കളെ പോലെ വഴക്കിടുന്ന രക്ഷിതാക്കളുടെ നടുവിലുള്ള ഒരു ജീവിതം കുഞ്ഞുങ്ങൾക്ക് നരകം തന്നെയാ. ഒരാളുടെ പേഴ്സണൽ ലൈഫില് ശരിയും തെറ്റും പറയാൻ പുറത്തുനിന്ന് ആർക്കും അവകാശമില്ല. പരസ്പരം സ്നേഹിച്ചൊന്നായ ആരും വെറുതെ പിരിയില്ലല്ലോ. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്താ അക്ഷര പറഞ്ഞത്? ആ ജേർണലിസ്റ്റിനല്ലേ അക്ഷര ഫോൺ കൈമാറിയിട്ടുണ്ട്. ഇനി മേനോന്റെ നീക്കങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഷുവർ, അങ്ങനെ തന്നെ നടക്കട്ടെ. പതിയെ പതിയെ നമുക്ക് മേനോനും ഇടയിലുള്ള ദൂരം കുറഞ്ഞു വരട്ടെ. വൈകിട്ട് എല്ലാവരും ഭാവന സ്റ്റുഡിയോയിലെത്തും. ബാക്കി അവിടെ വെച്ച് തീരുമാനിക്കാം. ഓക്കെ. സത്യത്തില് എന്തൊരു മോശം റോഡുകളാ ഇവിടെയൊക്കെ. അൺസൈക്കബിൾ. അതൊക്കെ അങ്ങ് ദുബായ്. റോഡൊക്കെ അങ്ങ് കണ്ണാടി പോലെ. അത് ശരിയാ. ദുബായ് വെച്ച് നോക്കുമ്പോ നമുക്കിവിടെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ, അത് മാത്രമല്ല അളിയ, അവിടത്തേക്ക് സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ഈ പട്ടിക്കാട്ടിൽ വന്ന് താമസിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്വന്തം നാടെന്ന് പറയുന്നത് ഒരു കാര്യം തന്നെയാ. അതൊക്കെ വെറുതെ അല്ലേ അളിയ. ഈ നൊസ്റ്റാൾജിയ പറയാനും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസും സ്റ്റോറി ഇടാനല്ലാതെ ഇതൊക്കെ കൊണ്ട് എന്ത് കാര്യം? നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനേ വിദേശത്ത് നിൽക്കുന്നതാ നല്ലത്.
ജ്യൂസ് കുടിക്കേ. എന്താ ചന്ദ്ര ഇത്? നിനക്കിവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഗ്ലാസ് ഒക്കെ വാങ്ങി വെച്ചൂടെ? ശ്ശേ, ഈ ഗ്ലാസ്സിന് എന്താ ഏട്ടാ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതെ, ദുബായിൽ ഇതൊക്കെ വളരെ ചീപ്പാ. ഞാൻ സർവൻസിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന ഗ്ലാസ് ആ ഇത്. ഓ, ആ, ഇതൊക്കെ തന്നെയാ ഞാൻ അളിയോട് പറഞ്ഞത്. ദുബായ് വെച്ച് നോക്കുമ്പോ നമ്മുടെ ഈ കേരളം പോരാ. കേരളത്തിലോട് ഇത്രയും താല്പര്യമില്ലാത്ത ഒരാള് എന്തിനാ അവിടെ ഫാം ഹൗസ് ഒക്കെ വാങ്ങിയിട്ടിരിക്കുന്നത്? അത് വെറുതെ ഒരു രസത്തിന് വാങ്ങിയതല്ലേ. പിന്നെ എനിക്ക് ഈ പശുവിനോടും ആടിനോടും ഒക്കെയുള്ള സ്നേഹം നിനക്കും അറിവുള്ളതല്ലേ. സത്യത്തിൽ എനിക്ക് പൃഥ്വിയെ ഏട്ടന്റെ കൂടെ ദുബായിക്ക് അയക്കാനായിരുന്നു താല്പര്യം. ആ, ഇതിന്റെ എന്താ പിന്നെ വിടാത്തത്? അല്ലെങ്കിൽ തന്നെ പറന്ന് നടക്കേണ്ട പ്രായത്തില് അവനെ പിടിച്ച് ചങ്ങലക്ക് ഇടണമായിരുന്നോ? എനിക്കും വിവാഹത്തോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. എല്ലാം പൂർണിമയുടെ തീരുമാനമല്ലേ? എന്താളിയാ, അളിനും താല്പര്യക്കുറവായിരുന്നോ? എനിക്കൊരു താല്പര്യക്കുറവില്ല. ആ, ഒരു പ്രായമെത്തിയാൽ കല്യാണം കഴിച്ച് സെറ്റിൽ ആവണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അളിന് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? സോ സാഡ്. അങ്കിളെ, പൃഥ്വി, മൈ ഡിയർ, മൈ ഡിയർ പൃഥ്വി, കം ഓൺ മാൻ. അങ്കിൾ ഇതെപ്പോ എത്തി? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. ഓ, കല്യാണ ചെക്കനെ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക, എനിക്കൊരു അല്പ തിരക്കുണ്ട്. അളിയൻ ചെല്ല്, ഞാൻ എന്റെ മനുബനോട് കുറച്ച് വിശേഷങ്ങൾ പറയട്ടെ. ആയിക്കോട്ടെ. ആ. ഓക്കെ. പറയാങ്കൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടില്ലേ, ഞാൻ ഹാപ്പി അല്ലേ? നിനക്കല്ലേ ഇപ്പൊ വിശേഷങ്ങളൊക്കെ? വാ ചോദിക്കട്ടെ. ശരി. ഇത്ര പെട്ടെന്ന് ഇവര് നിനക്കൊരു കല്യാണം ആലോചിക്കുന്നോ, ഇങ്ങനെ ലോക്കാക്കി കളയുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ വിളിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാനിത് ഒഴിവാക്കി തന്നേനെ. അയ്യോ, അങ്ങനെ കുഴപ്പമുള്ള ബന്ധമൊന്നല്ല. ഉം? കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുന്ന അങ്കിളിന് തോന്നുന്നുണ്ടോ? ഹാ. അപ്പൊ അങ്ങനെ പറ, നീ ആ പെണ്ണിനെ കണ്ട് മയങ്ങിപ്പോയി. അതാണ് കല്യാണത്തിന് സമ്മതിച്ചത് അയ്യോ, അല്ലേ? അങ്ങനെ മയങ്ങിട്ടൊന്നുമല്ല. വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയായിട്ട് ഇരുത്താവുന്ന കൊള്ളാമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അവളെ നിന്നെ വീട്ടിൽ ഇരുത്താതിരുന്നാ കൊള്ളാം. വാ പറയട്ടെ. ഏ? നടക്ക്. എന്താ? എടാ മോനെ, ഇവര് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. എന്തോ? ചിലന്തി വലയിൽ അകപ്പെട്ട ഇരയുടെ അവസ്ഥയായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വീണത് കെണിയിലാണെന്നോ നമ്മൾ പെട്ടുപോയതാണെന്നോ നമുക്ക് മനസ്സിലാവേ ഇല്ല. ഇപ്പൊ രക്ഷപ്പെട്ട് പറന്നു കളയാമെന്ന് തോന്നും. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും കുരുക്ക് കൂടി കൂടി വരും. ഒടുവിൽ നമ്മൾ പോലും അറിയാതെ ഈ ജന്മം അങ്ങ് തീർന്നു പോകും. ഒരിക്കൽ പോലും കല്യാണം കഴിക്കാത്ത അങ്കിളിനെ എങ്ങനെ ഇതൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നേ? വിഷം കഴിച്ചാൽ മരിച്ചോന്നറിയാൻ അത് കഴിച്ചു നോക്കേണ്ട കാര്യമില്ലല്ലോ. ഓ, മറ്റുള്ളവരുടെ അനുഭവം കണ്ടും അറിവുള്ളവർ പറയുന്നത് കേട്ടും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അങ്കിളെ ഇത്. കല്യാണം കഴിഞ്ഞ് ഹാപ്പിയായി ജീവിക്കുന്ന എത്രയോ കപ്പിൾസ് ഉണ്ട് ഇവിടെ.